എല്ലാവരും ഈ പറയുന്ന പോലെ ആ ഒരു വികാരത്തിലേക്ക് അങ്ങ് ഒഴുകിയെത്തുമ്പോൾ നമ്മളും അങ്ങനെ എന്തായാലും ഒഴുകിയെത്തുകയാണ്. കേരളത്തിന്റെ കണ്ണുകളെല്ലാം അല്ലെങ്കിൽ ലോകത്തുള്ള പുലിക്കളി ആരാധകരുടെ ഈ ഒത്തുചേരലുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒക്കെ കണ്ണുകളൊക്കെ ഈ തൃശ്ശൂർ നഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരിക്കും അല്ലേ? അതിങ്ങനെ വരുമല്ലേ? അതായത് ഇതിൽ ഒരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. നമ്മൾ കണ്ടു, രാജൻ മിനിസ്റ്റർ ചൂട് വയ്ക്കുന്നത് കണ്ടു, മേയർ പോലീസ് സ്റ്റെപ്പ് ഇടുന്നത് കണ്ടു, പാട്ട് പാടുന്നത് കണ്ടു, അതിനോടൊപ്പം തന്നെ ബിന്ദു ടീച്ചർ പാട്ട് പാടുന്നു, മന്ത്രിമാരെന്നോ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പാട്ട് പാടുന്നു, ചുറ്റിലും ഉണ്ടായിരുന്ന ഹബീബികൾ പാട്ട് പാടുന്നു. അങ്ങനെ എല്ലാവരും ഒരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ ഒന്നിക്കാൻ, അതായത് തൃശ്ശൂർക്കാർക്ക് ഒന്നിക്കാനുള്ള ഒരു വികാരങ്ങളിലൊന്നാണ്. അതായത് ഒന്ന് പൂരമാണ്, അതുപോലെ തന്നെ രണ്ടാം പൂരമാണ് തൃശ്ശൂർക്കാർക്ക് പുലിക്കളി എന്ന് പറയുന്നത്. അത് എല്ലാവരും ആ ഒരു ദിവസമാകുമ്പോൾ നാലോണ നാൾ ഈ ഓണത്തിന്റെ ഈ തിരുവോണത്തിന്റെ തിരക്കും അവിട്ടത്തിന്റെ തിരക്കും ചതയത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് അരുണും ഹിമയൊക്കെ അവിടുത്തെ സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്, വൻ വൈബാക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ആളുകളുടെ ചുറ്റത്തിലാണ് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുലികളി ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോ വരും? എന്നാ നമുക്ക് രണ്ട് പുലിസ് സ്റ്റെപ്പൊക്കെ വെച്ചൂടെ? പുലിച്ചോട് രണ്ടെണ്ണം വെക്കൂടെ? ഏത് ടീമിനെയാണ് നിങ്ങള് നിങ്ങളുടെ ടീം നായകനാലെത്തി? ഓക്കെ. അപ്പൊ ചിലർക്കൊക്കെ ടീമുണ്ട് സ്വന്തമായിട്ട്, ചിലർക്ക് എല്ലാവരും അവരുടെ ടീം തന്നെയാണ്. അപ്പൊ ആരാണ് ഏറ്റവും അടിപൊളിയായി ചെയ്യാന്നുള്ള കാത്തിരിപ്പാണ്. ആർപ്പോ എന്ന് വിളിക്കുന്നതിൽ തന്നെ പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾക്ക് ആർപ്പോ എന്ന് വിളിക്കുന്നേ ഇവിടെ ആർപ്പോ എന്നല്ല, ആറാപ്പോ എന്നാണ് ഇവർ വിളിക്കുന്നത് കേട്ടോ. വ്യത്യാസം തന്നെയുണ്ട്. ആർപ്പോ വിളിയിൽ പോലും കുറച്ച് നീട്ടില് കൂടുതലാ ഞങ്ങൾ നീണ്ടുപോകും. അതാണ് അതാണ് ഇവരുടെ ഒരു ആവേശം എന്നൊക്കെ പറയുന്നത്. അതാണ് എന്തായാലും കൂടുതൽ ആളുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലരും എത്തുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഇവിടെ, കളക്ടർ ഇവിടെ ഉണ്ട്. കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. കളക്ടർ എത്തിയിട്ടുണ്ട്. ഞാൻ കളക്ടറിന്റെ ഒരു ബൈറ്റ് കേട്ടിരുന്നു. ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നല്ലേ പുലിക്കളി? ഞാനും ആദ്യമായിട്ടാ. എത്രത്തോളം എക്സൈറ്റഡാ? ഒരുപാട് എക്സൈറ്റഡ് ആണ്. നമ്മുടെ ക്യാമറ അവിടെ എത്രത്തോളം എക്സൈറ്റഡാ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരെയും പോലെ തന്നെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. തുടങ്ങിയല്ല, ഓൾറെഡി എല്ലാവരും ആ വൈബിലെത്തി. പുലിക്കളി വൈബിൽ തന്നെയാണ്. അതെ, പുലിക്കളി വൈബിലാണ്. ഇവിടെ എല്ലാവരും ഒരേ വൈബിൽ. ഈ വൈബ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, ഇതിലോട്ട് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിലോട്ട് എത്തിപ്പോകും. അതാണ്. നമ്മളൊക്കെ സാധാരണ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട്, എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ ഇട്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ പോവാ. ഇന്ന് ഇവിടെ വരുമ്പോ ഇങ്ങനൊന്നും വന്നിട്ട് കാര്യമില്ല എന്നാണ് ലിഷോയ് പറഞ്ഞേ. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ജസ്റ്റ് ചെണ്ട ട്രൈ ചെയ്ത് നോക്കി, ആ ഫ്ലോയിൽ അത് വന്നു പോയതാ. ഈ ഡ്രസ് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ എല്ലാവരും കാണുമ്പോ. ആണെങ്കിൽ ആ ഫ്ലോയിലോട്ട് വരും. ഈ ഡ്രസ്സാണ് അങ്ങനെ ആദ്യ വൈബിൽ എത്തുന്നത്. അതെ അതെ. പുലിക്കളിയുടെ ഒരു കൊട്ട് കേൾക്കുമ്പോഴേ നമ്മൾ അറിയാണ്ട് താളം പിടിച്ചു പോകും. അപ്പോ ഇനിയിപ്പോ ഇവിടെ നിന്ന് പുലികളി കാണുമ്പോ, അതായത് ആ ഒരു ആവേശമൊക്കെ കാണുമ്പോ, ആളുകളുടെ ചുറ്റും നിന്ന് ഇതൊക്കെ കാണുമ്പോ എന്തായിരിക്കും ശരിക്കും? രണ്ട് ചുവട് വെക്കോ അർജുൻ പാണ്ഡ്യ? അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രെയിമിൽ ഉണ്ടാവും. ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാവില്ലേ? അതാണ് ഉണ്ടാവും എന്തായാലും. അല്ല, ഇതിന് പുറകില് സംഘാടകനായിട്ടുണ്ടായിട്ടുള്ള ആളാണല്ലോ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആൾക്ക് ഇതിന് സംഘാടകത്തിന്റെ മേൽനോട്ട ചുമതല ജില്ലയിൽ ഉണ്ടാവുന്നു. അപ്പം ഇത് ചെയ്യുകയും ഇത് അവതരിപ്പിക്കുകയും ചെയ്ത് ഒരുമിച്ചാണ് ഇത് കാണുകയും ചെയ്തത്. അപ്പോൾ ഒരു ഫീൽ എന്താ? നേരിട്ട് അത് ഫീൽ ചെയ്യുന്നതും ബാക്കി പുറത്തുനിന്ന് കാണുന്നതും വ്യത്യാസമാണ്. നേരിട്ട് വന്ന് കാണുമ്പോഴേ അതിന്റെ വൈബ് മനസ്സിലാവുള്ളൂ. അതെ, അപ്പം കളക്ടർ തിരക്കിലാണ്. കളക്ടറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആണ് ഇവിടെ.